പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അച്ചുകുട്ടിയുടെ രുക്മിണി സ്വയംവര ചടങ്ങിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോയാണ്. അമ്പലത്തിലല്ല, അവിടെ അക്കയുടെ വീട്ടിൽ പോയാണ്. അപ്പൊ നമ്മുടെ ശരണ്യ ഒരുങ്ങിയതൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങിയെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയാണ്. അപ്പൊ അവിടെ ചെല്ലുന്ന വിശേഷം നമ്മൾ കാണിച്ചത്. അപ്പൊ എല്ലാരും പോരും. കൂട്ടുകാരെ, അങ്ങനെ അതേ കണ്ട ശരണ്യ അങ്ങനെ പൂവൊക്കെ വെച്ച് അങ്ങനെ സുന്ദരിയായല്ലേ? പോകണ്ടേ? അപ്പൊ അതെ നമ്മുടെ അളിയനൊക്കെ വന്നിട്ടുണ്ട്. കാരണം അതെ അവരൊക്കെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടാണ് അടിച്ച് പൊളിച്ച്. നിങ്ങളാണ് ഇന്നത്തെ താരം. എനിക്കിഷ്ടപ്പെട്ടത്, അടിപൊളി. അപ്പൊ അതെ നമ്മുടെ അച്ചാച്ചനൊക്കെ നിൽക്കണുണ്ട്. അച്ചാച്ചനും രമാമ്മ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അവിടെ ഇരുട്ടാണ് ആ മുറിയില്ല, അതാണ് അതിൻ്റെ ഇതാ. അപ്പൊ നമുക്ക് ഇറങ്ങിയേക്കാം. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരും കൂടി ഒന്ന് റെഡിയാകേണ്ട താമസം. കൂട്ടുകാരെ, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കണം, ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവര് വരുമ്പോ അവർക്ക് സുഖമില്ല, ശാന്തിമാരും ആചാര്യന്മാരും വരുമ്പോ സുഖമില്ല എന്നോർത്ത് എല്ലാം എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ്. അതെ, ശരണ്യാണ് സഹായിക്കാൻ കൂടിയിരിക്കണം കണ്ട. അതെ, അപ്പോൾ അതേ കണ്ട എല്ലാ ഐറ്റവും എടുത്ത് വെച്ചോണ്ടിരിക്കണം. ഞാൻ കണ്ടത് നമ്മുടെ താലത്തിനുള്ള എല്ലാ ഐറ്റവും, നമ്മുടെ മാല. അതെ, അങ്ങനെ അതെ ചടങ്ങിനതെ നമ്മുടെ അളിയനും കൂടി ഇരുന്ന് പൂവൊക്കെ എടുക്കാൻ തുടങ്ങി. ശരണ്യയുടെ കൂടെ ആ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. അവിടെ ഇരുന്നാ മെനകേടാകരുത്. അപ്പം അങ്ങനെ എല്ലാം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ട. ഇനി ശാന്തിക്കാരും വന്ന് അങ്ങോട്ട് പൂജിച്ചാൽ മാത്രം മതി. അപ്പം അങ്ങനെ എല്ലാം സെറ്റായിട്ട് നേരത്തെ ഞാൻ വന്ന എല്ലാം ഒരുക്കിയൊക്കെ വെച്ച്. അടിപൊളി, സൂപ്പർ. ഇതാരും നമ്മുടെ കണ്ണപ്പൻ. ആഹാ, പൊളിച്ച്. ചെല്ലി ശരണ്യ അവരെ ആഹാ, എല്ലാരും സെറ്റ്, അടിപൊളി. ചെല്ലി ആഹാ, അങ്ങനെ ലാസ്റ്റ് അച്ഛനും മകനും കൂടി വരുന്നു. നമ്മുടെ അച്ചുകുട്ടീനെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട്, ഒരുങ്ങുന്നു. അപ്പൊ നമ്മുടെ ചിറ്റയുടെ വീട്ടിൽ വെച്ചാണ് ചടങ്ങ്. അങ്ങനെ നമ്മുടെ അച്ചുകുട്ടിയും നമ്മുടെ കൃഷ്ണൻ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ചേച്ചിയാണ് കേട്ടാ ഇവരെ ഒരുക്കിയൊക്കെ കൊടുക്കുന്നത്. രണ്ടുപേരുണ്ട് കേട്ടോ, ഒരു ചേച്ചിയല്ല കേട്ടോ. അതെ, നമ്മുടെ കൃഷ്ണനെ ഒരുക്കാനായിട്ടും. നമ്മുടെ ആരപ്പനെ എല്ലാരും തിരക്കും. ആരപ്പൻ അല്ലേ, ഒരു ഹായ് കൊടുത്ത് നമ്മുടെ കൂട്ടുകാർ. അങ്ങനെ എറണാകുളത്ത് നിന്ന് നമ്മുടെ ആരപ്പനും എത്തിയിരിക്കുകയാണ്. അമ്മായി ഇങ്ങോട്ടൊന്ന് നോക്കിയാല്. ഇതെന്റെ വല്യച്ഛന്റെ മകള് ലിജിയൊക്കെയാണ്. ഈ ചടങ്ങിനായിട്ട് എല്ലാരും വന്നുകൊണ്ടിരിക്കുക. ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലം എന്ന് വെച്ചെന്നാൽ നമ്മുടെ ചേർത്തല 11 മൈൽ പടിഞ്ഞാറ് വശത്താണ് കേട്ടോ. കുന്നത്ത് കണ്ടേകർണ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ സപ്താഹത്തിൻ്റെ രുക്മിണി സ്വയംവര ചടങ്ങാണ്. ഇങ്ങനൊരു ചടങ്ങ് വരുമ്പോൾ നമ്മൾ സ്വന്തക്കാരെ ബന്ധക്കാരെ എല്ലാം കാണാൻ പറ്റൊരു അവസരം. വീട്ടിൽ നിന്ന് അനിയനും അനിയത്തിയും വന്നില്ല, അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ആരപ്പൻ അങ്ങോട്ട് കണ്ണടയൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ കണ്ട, ആഹാ എന്താ ഗ്ലാമർ, അടിപൊളി. ആരോടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഗ്ലാമറാണ് കണ്ണപ്പാ, ഗ്ലാമറാണ്. അങ്ങനെ നമ്മുടെ രുക്മിണി ദേവിയും നമ്മുടെ കൃഷ്ണനും കൂടെ ഒരുങ്ങിതേ ഇറങ്ങാൻ പോവുക.
അപ്പം ഇനിയാണ് അങ്ങോട്ട് ചടങ്ങ്. പിന്നെ കാലം എടുക്കാനാണ് കുറച്ചുകൂടി കാലം നിരത്തി പോകേണ്ടത്. ചേച്ചി ഇത് എടുത്ത് പുറത്തോട്ട് വെച്ചെന്ന ബാക്കി പാത്രം കൂടി ഉണ്ട്, പൂവുണ്ട്, പാത്രമുണ്ട്, പൂവുണ്ട്, അങ്ങോട്ട് പുറത്തോട്ട് കിട്ടും. കൊച്ചിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് വെച്ചു, പുറത്തോട്ട് വെച്ചു. പൈസ ഒരു വെറ്റില വെച്ചു, വെറ്റില കൊച്ചിൻ്റെ ഒരു വെറ്റില ശരണ്യ അവിടെ നിൽക്കേ, അവിടെ തന്നെ തിരിഞ്ഞു നിന്നാ മതി. ഇറങ്ങാറായില്ല, പറയാം, ഇറങ്ങാറായില്ല, അവിടെ തന്നെ നിങ്ങൾ എടുത്തുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്. നടന്നു നടന്നു നിങ്ങൾ നോക്കണ്ട, എല്ലാരും നടക്കുക. അങ്ങോട്ട് കുറച്ച് നടക്കാൻ പറ. തിരിച്ചു പിടി.
വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നീങ്ങിത്തുടങ്ങി. അങ്ങനെ നമ്മൾ അച്ചുക്കുട്ടിയും കൂട്ടുകാരും കൂടെ രുക്മിണിയും കൃഷ്ണൻ്റെ അടിപൊളിയായിരുന്നു. വീട്ടിൽ നിന്ന് ക്ഷേത്രത്തോട്ട് ഒത്തിരി ദൂരമില്ല, അടുത്ത. കൂട്ടുകാരെ, ഈ ചടങ്ങിന് വന്നപ്പോഴാണെങ്കിലും നമ്മളറിയാവുന്ന ഒത്തിരി ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരായിരുന്നു. ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം മഴയില്ല, തലേ ദിവസം നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് മഴ പെയ്യാഞ്ഞ്. ആ പ്രാർത്ഥന ഏതായാലും ദൈവം കേട്ടു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. നമ്മൾ രുക്മിണി ദേവി വലം വെക്കാൻ വേണ്ടി തുടങ്ങി. കൂട്ടുകാരെ, എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലെ ചടങ്ങുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെ, ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണല്ലോ, അപ്പം അതൊന്നും അറിയാനാ. അങ്ങനെ രുക്മിണി സ്വയംവരത്തിന് സമയമായി. അങ്ങനെ നമ്മുടെ രുക്മിണി ദേവിയും ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ നിന്ന് മണ്ഡപത്തിലേക്ക് കയറി. ഇനിയാണ് നമ്മൾ ആ ഒരു വഴിപാട് ചടങ്ങ് നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അമ്പലം ചുറ്റിനും ആൾക്കാരായിരുന്നു. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ സപ്താഹത്തിൻ്റെ യജ്ഞാചാര്യനെന്ന് വെച്ചെന്നാൽ കരിമുളയ്ക്കൽ അജയകുമാർ എന്ന് പറയുന്ന ആചാര്യൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ രുക്മിണി സ്വയംവരം നടക്കുന്നത്. കൊട്ടും കുരവയും ആഘോഷവുമായി അങ്ങനെ ആ അഭിജിത്ത് മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ രുക്മിണി ദേവിക്കും ശ്രീകൃഷ്ണ ഭഗവാനും മാല ചാർത്തി അങ്ങനെ നമ്മുടെ ആ രുക്മിണി സ്വയംവര ചടങ്ങ് അങ്ങോട്ട് നടന്നു. ലക്ഷ്മീനാരായണ പൂജ നടത്തുന്നതാണ്. ഞാൻ സാവകാശ ക്ഷമയോടുകൂടി പങ്കെടുക്കണം. അപ്പോൾ അതിന് നിവേദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആവിഷ്കാരമുണ്ട്. ഈ ഉപകരണം അതൊക്കെ ഉച്ചയ്ക്ക് പാരായണം സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആവിഷ്കാരമുള്ളതാണ്. ശേഷം ലളിതാ സഹസ്രനാമ സ്തോത്രം, അത് കഴിഞ്ഞാൽ
വിശേഷപ്പെട്ട സർവൈശ്വര്യ പൂജയാണ്. ഇന്നത്തെ സർവൈശ്വര്യ പൂജയിൽ എല്ലാവരും സർവൈശ്വര്യ പൂജയിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേർന്നു. അതിപ്പോ പൈസ കൊടുക്കുന്ന ഒരു വർഷമുണ്ട്. അടുത്ത വർഷത്തെ യജ്ഞത്തിന് ഒരു ദിവസം വരുന്ന സ്ത്രീകൾക്ക് ഒരു നേരത്തെ സമർപ്പണം. അങ്ങനെ ക്ഷേത്രത്തിലെ ചടങ്ങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ തുടങ്ങി. കാരണം കൃഷ്ണനും രാധയ്ക്കും ഒപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഇപ്പം കിട്ടുന്നൊരവസരമല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. കൂട്ടുകാരെ, ഈ ഫോട്ടോ എടുക്കുന്ന സമയം നമ്മുടെ സ്വന്തക്കാരും സുഹൃത്തുക്കളും ആരൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ പ്രസാദമൊക്കെ ആയിട്ട് ഇവിടെ എത്തിയതേ നമ്മളെ ചേട്ടനും പിന്നെ അക്കേനെ ലിജിയൊക്കേനെ പരിചയപ്പെടുത്തിയായിരുന്നു. പിന്നെ അതുകൂടാതെ ജിനോഷ് ചേട്ടനാണ് കൂടെ ഉള്ളത്. പിന്നെ അതേ കണ്ട നമ്മുടെ ശാരദാമ്മയുണ്ട്, അമ്മയുടെ ചേച്ചിയാണ് അത്. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ മരുമോളാണ് അപ്പുറത്തെ ആ നീല സാരി ഷീലാക്ക. പിന്നെ ജ്യോതി ചേച്ചിയുടെ ചിറ്റയുടെ കൊച്ചുമകൻ, പിന്നെ കുറേ പേര്. പിന്നെ നമ്മുടെ ആരോപ്പനെയൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ശാരദാമ്മായി എന്ന് വെച്ചാൽ അമ്മയുടെ നാത്തൂനാണ്. അതുപോലെ പിന്നെ നമ്മുടെ ഫാമിലിനെ പറയണ്ടല്ലോ, നമ്മളെ ശരണയുടെ ഫാമിലി. ഇത് ചേച്ചിയുടെ അനിയത്തി, അവരെല്ലാം കൂടെ എല്ലാം ഫോട്ടോ എടുക്കുക. എല്ലാവരും കൂടി സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടിയ ഒരു അവസരമാണ് നമുക്ക് ഒത്തിരി ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ അച്ഛനും അമ്മ അറിയാമല്ലേ, നമ്മുടെ ഫാമിലിയെ പറയണ്ട. നമ്മുടെ മുത്തണ്ണനും അമ്മയുടെ ചേച്ചിയും കുടുംബം അങ്ങനെ അക്കയും ലിജിയക്കയും ശരണ്യയും കൂടി അങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോയായിപ്പോയി. ചേച്ചിയുടെ അനിയത്തി. അങ്ങനെ പപ്പടവും പഴവും പായസം എല്ലാം കൂട്ടി നമ്മൾ സദ്യ തിന്നാൻ വേണ്ടി പോകുന്നു. സദ്യ വിളമ്പാനായിട്ട് ആ പ്രദേശത്തുള്ള ചേച്ചിമാരെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ രുക്മിണി ദേവിക്കും ശ്രീകൃഷ്ണ ഭഗവാനും സദ്യ കൊടുത്തു. അങ്ങനെ നമ്മുടെ സദ്യ തുടങ്ങി. ഒത്തിരി വിഭവങ്ങളോട് കൂടിയ ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും അങ്ങനെ നമ്മുടെ ആൾത്തറയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നും. എന്താ ഒരു ഭംഗി. അടിപൊളി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും കൂടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും അങ്ങോട്ട് ആട്ടവും പാട്ടും അങ്ങോട്ട് തുടങ്ങി തകർത്ത് കളഞ്ഞു. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് വഴി വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒന്ന് പേര് പറയണേ, ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുലേഹ രാജീവ്. തൈക്കലാണ് വീട്. തൈക്കൽ. നിങ്ങളുടെ വീഡിയോസ് ഞാൻ എപ്പോഴും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതെ അതെ, ഒരുപാട് സന്തോഷം. കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സോജു അണ്ണൻ്റെ വീട്ടിലെത്തി. കാരണം വൈകിട്ട് ഇനി അവിടെ തന്നെയാണ് ഇന്ന് കൂടുന്നത്. എല്ലാവരും കൂടി അങ്ങോട്ട് അവിടെ തന്നെ അങ്ങോട്ട് ഒരു ഫങ്ഷൻ തന്നെയാക്കി. ചേട്ടൻ്റെ വീട് കാണിച്ചിട്ടില്ലെന്നൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ പറയാറുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണനായിട്ട് ഒരുങ്ങിയ ആളാണ്. ഒന്ന് പേരൊക്കെ പറഞ്ഞു കൊടുത്തേ, ഒന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറുന്നില്ല, എന്നാലും വെട്ടം അറിയാം. പിന്നെ എന്നാലും നമ്മുടെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടൊന്ന് പറയും. മാനസ. അതെ, ഇവരൊന്നിച്ചാണ് പഠിക്കുന്നത്. അതെ, പോയി. മാനസയുടെ അച്ഛനും അനിയനും. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വീട്ടുകാരെല്ലാവരും ഒത്ത് അങ്ങനെ ഒരു ഗാനമേള തന്നെ വെച്ചേക്കാന്നോർത്ത്. കണ്ട അങ്ങനെ പാട്ടായി. അങ്ങനെ എല്ലാവരും കൂടി ഒരു അടിച്ചു പൊളിച്ചൊരു ദിവസം തന്നെ. നമ്മുടെ പാട്ട് പാടുന്നത് മുത്തണ്ണനാണ്, അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടി അങ്ങനെ കടന്നു പോകുന്നു.
കൂട്ടുകാരെ അങ്ങനെ ദേ പിറ്റേ ദിവസമായി നേരം വെളുത്തപ്പോൾ അതെ നമ്മുടെ ചേട്ടനും അക്കയും കൂടി എവിടെ പോയി ആ അമ്പലത്തിൽ ബാക്കി രാവിലത്തെ കുറച്ച് ചടങ്ങ് കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് അച്ചുക്കുട്ടി എല്ലാവരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.